നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പോലീസ് ജീപ്പിൽ പോലീസ് എന്ന് എഴുതിയതിൽ അക്ഷരത്തെറ്റ്. ബെസ്റ്റ്. ഇംഗ്ലീഷിൽ പോലീസ് എന്ന് എഴുതിയതിലാണ് അക്ഷരത്തെറ്റ് ഉണ്ടായത്. സ്വാഭാവികം. പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പേരിലുള്ള വാഹനത്തിൽ പോയിൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിനിടയിലേക്ക് വന്ന ഒരു പോലീസ് ജീപ്പാണത്. പനങ്ങാട് പോലീസിന്റെ പോലീസ് ജീപ്പ് എന്നാണ് പറയുന്നത്. അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അക്ഷരത്തെറ്റ് കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ കൂക്കി വിളിക്കുകയും ചെയ്തു. POILICE എന്ന് പോലീസ് എന്ന് പറയുന്നതിന് പകരം പോയിൽസ് POILCE എന്നായി പോയി. അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? എടാ പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ വെൽക്കം എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. എബിനാണ് ആ വാർത്തയോട് വിളിച്ചിരുന്നത്. എബിൻ അക്ഷരത്തെറ്റാണ്, പക്ഷെ അത് യൂത്ത് കോൺഗ്രസ് വെറുതെ വിട്ടില്ല, കളിയാക്കി പരമാവധി അല്ലേ. ഈ അക്ഷരത്തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രിന്റിംഗിൽ മിസ്റ്റേക്ക് വന്നതായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നീയാണല്ലോ ഇത് എഴുതിയത്? എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ആരും ഇത് കാണുന്നില്ല. ഇത് ആരും കാണില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് അപഹാസ്യമായി പോകുന്ന ഒരു പരിപാടിയല്ലേ. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? അപ്പൊ ആരും കാണില്ലേ ഇത് പോലീസ് സ്റ്റേഷനിൽ? അതാണ് സംശയം. അത്തരത്തിലൊരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഇത് പൗലോസ് അല്ല, ഇത് പോയിൽസ് ആണ്. ഒരു ചെറിയ അക്ഷരത്തെറ്റാണ്. 12 പണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. ഒരു കൈവതം നാട്ടിക്കരുത്. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല.